അക്കൗണ്ടിൽ 6,50,00,000 രൂപയുടെ സാമ്പത്തിക ഇടപാടാണ് നടന്നത്. ഒന്നും ഹവാലയല്ല. വേദലക്ഷ്മിക്ക് മറുപടിയുമായി റോബിൻ രാധാകൃഷ്ണൻ. തന്റെ ബാങ്ക് അക്കൗണ്ടുകളിൽ നടന്നിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ തികച്ചും സുതാര്യമാണെന്നും കൃത്യമായി ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന വ്യക്തിയാണ് താനെന്നും റോബിൻ വ്യക്തമാക്കി. ബിഗ് ബോസ് മുൻ താരവും ബി.ജെ.പി നേതാവുമായ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയായ വേദലക്ഷ്മിയും തമ്മിലുള്ള പോര് കനക്കുന്നു. തനിക്കെതിരെ ഉയർന്ന ഹവാല അനധികൃത സാമ്പത്തിക ഇടപാടുകൾ എന്ന ആരോപണങ്ങൾക്കെതിരായ കൃത്യമായ കണക്കുകൾ നിരത്തി മറുപടിയുമായി ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ രംഗത്തെത്തി. തന്റെ ബാങ്ക് അക്കൗണ്ടുകളിൽ നടന്നിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ തികച്ചും സുതാര്യമാണെന്നും കൃത്യമായ ഇൻകം ടാക്സ് റിട്ടേൺ താൻ ഫയൽ ചെയ്യുന്ന വ്യക്തിയാണ് താനെന്നും റോബിൻ വ്യക്തമാക്കി. പഞ്ചാബ് നാഷണൽ ബാങ്ക് അക്കൗണ്ടിലൂടെ 5,44,00,000 രൂപയുടെയും HDFC ബാങ്ക് അക്കൗണ്ടിലൂടെ കഴിഞ്ഞ 6 മാസത്തിനിടെ 1,10,00,000 രൂപയുടെയും ഇടപാടുകൾ നടന്നിട്ടുണ്ട്. ആകെ 6,50,00,000 രൂപയുടെ ഇടപാടുകളാണ് അക്കൗണ്ടിൽ നിന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നും ഇതിലൊന്നും തന്നെ യാതൊരുവിധ ഹവാലയോ നിയമവിരുദ്ധ പണമിടപാടുകളോ ഉൾപ്പെട്ടിട്ടില്ലെന്നും റോബിൻ മറുപടി നൽകി. അതേസമയം 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച റോബിൻ കേവലം സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യമിട്ടാണ് പാർട്ടിയിലെത്തിയതെന്ന ഗുരുതര ആരോപണമാണ് വേദലക്ഷ്മി ഉന്നയിച്ചത്. ഇതിനു പുറമെ ബി.ജെ.പി പ്രവർത്തകരെയും പ്രാദേശിക നേതാക്കളെയും പറ്റി റോബിൻ നിഷേധാത്മകമായി സംസാരിക്കുന്നുവെന്നാരോപിച്ച് ഒരു വാട്സ്ആപ്പ് വോയിസ് ക്ലിപ്പും വേദ തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പുറത്തുവിട്ടിരുന്നു. ഇതൊരു ചെറിയ തുടക്കം മാത്രമാണെന്നും വരാനിരിക്കുന്ന വലിയ നിയമ പോരാട്ടങ്ങൾ നേടാൻ റോബിൻ തയ്യാറായിക്കൊള്ളണമെന്നും വേദ മുന്നറിയിപ്പ് നൽകി. ആളുകളുടെ കയ്യിൽ നിന്നും വാങ്ങിയ പണം മുഴുവൻ തിരികെ നൽകിയ ശേഷമേ റോബിൻ മറ്റുള്ളവരോട് സംസാരിക്കൂവെന്നും ഈ വിഷയത്തിൽ നിന്ന് ഇനി റോബിന് എളുപ്പത്തിൽ ഊരിപ്പോരാൻ സാധിക്കില്ലെന്നും വേദ തറപ്പിച്ചു പറഞ്ഞു. അപ്പോൾ ഏതായാലും വേദലക്ഷ്മി പറഞ്ഞതിനോട് വളരെ കൃത്യമായ തെളിവുകളോടെ വാദിക്കുകയാണ് നമ്മുടെ സ്വന്തം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഏതായാലും രാമരാവണ യുദ്ധം നടക്കുമ്പോൾ ആരായിരിക്കും ജയിക്കുന്നത്, രാമനോ രാവണനോ? അതായത് നമുക്ക് ഏതായാലും കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂട്ടത്തിൽ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു.